ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോ ഓഫ് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ ബയർ ലിവർകൂസനെ കൺവിൻസിംഗ്ലി 2-0 എന്ന നിലയിൽ തോൽപ്പിച്ചിട്ട്, അഗ്രിഗേറ്റിൽ 3-1 എന്ന നിലയിൽ തോൽപ്പിച്ചിട്ട് ക്വാർട്ടർ ഫൈനൽ ഓഫ് ദ ചാമ്പ്യൻസ് ലീഗിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ സ്പോർട്ടിംഗ് ലിസ്ബണിനെയാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അവർ ബോഡോ ഗ്ലിംറ്റിനെ 5-0 എന്ന നിലയിൽ തോൽപ്പിച്ചിട്ട് അവർ 3-0 ഫസ്റ്റ് ലെഗിൽ തോറ്റിട്ടാണ് ഇങ്ങോട്ട് അവരുടെ ഹോമിലേക്ക് വരുന്നത്. ബട്ട് സ്പോർട്ടിംഗ് ലിസ്ബൺ ഒരു വൻ റെമൻടാഡോ നടത്തിയിരിക്കുകയാണ്. സോ വിൽ ബി ഫേസിങ് ദം. ഇന്നത്തെ പെർഫോമൻസ് കണ്ടാൽ അറിയാം, ചെറിയ ടീമല്ല. ദേ ഹാവ് എ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഇൻ ദം എന്ന് നമുക്ക് മനസ്സിലായി, കാണിച്ചു തന്നിട്ടുള്ള ടീമാണ്. സോ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി എ വെരി ടഫ് മാച്ച്. ഇന്നത്തെ ഗെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇത്രയും കംഫർട്ടബിളായിട്ട് ഇരുന്നാണ് ഇന്നത്തെ ഗെയിം കാണാൻ പോകുന്നതെന്ന് എനിക്ക് അത്ര പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഫസ്റ്റ് ഗെയിം നമ്മൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് തന്നെ നമ്മൾ എടുക്കാൻ 25 മിനിറ്റ്സ് എടുത്തു. പക്ഷേ ഇന്നത്തെ ഗെയിം അങ്ങനെയല്ലായിരുന്നു. ഇന്നത്തെ ഗെയിം ഫസ്റ്റ് ഹാഫ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫസ്റ്റ് ഹാഫ്സ് ഇൻ ചാമ്പ്യൻസ് ലീഗ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ശരിയാണ്, ഗോളുകളുടെ എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷേ എന്നാലും പറയാം, ഐ തിങ്ക് അറൗണ്ട് 6 ഷോട്ട് ഓൺ ടാർഗറ്റാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ നമ്പറല്ല. ട്രൊസാഡിൻ്റെ 2 ഷോട്ട് ഉണ്ടായിരുന്നു, സാക്കയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, റൈസിൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. സോ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ വി ഹാഡ് എ വെരി ഗുഡ് ഫസ്റ്റ് ഹാഫ്. അങ്ങനെ വി ആർ ട്രൈങ് എ ലോട്ട്. വളരെ കംഫർട്ടബിൾ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. നമ്മൾ ട്രൈങ് വി ആർ നോക്കിംഗ് ഓൺ ദ ഡോർ എന്ന് പറയുന്നത്. ഇങ്ങനെ കുട്ടി ലാസ്റ്റ് എസയുടെ കാലിലേക്ക് ട്രൊസാഡ് ഒരു പാസ് എടുക്കുന്നു. എസെ അത് ടേക്ക് ഡൗൺ ചെയ്യുന്നു. ഒരു ബൗൺസ് ഔട്ട്സൈഡ് ദ ബോക്സ്, ഒരു ബൗൺസ് വരുന്നു, ഒരു ടേൺ, ഒരു കിക്ക്. വാട്ട് എ ബ്യൂട്ടിഫുൾ. എല്ലാവരും അതിനെ ഇപ്പോൾ കുംഫു ഗോൾ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കതിനെ കുംഫു ഗോൾ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഗോൾ. എനിക്ക് അതിനകത്ത് ഓക്കെ, അത് കുംഫുവിൻ്റെ ആ ഒരു കിക്ക് അടിക്കുന്ന പോലത്തെ ഒരു സാധനമുണ്ട്. ബട്ട് ഐ ഡോണ്ട് നോ, വാട്ട് എവർ, ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഗോൾ. ആ ഷോട്ടിന് പവർ ഉണ്ടായിരുന്നു. ഗോൾ കീപ്പർ കുഡിൻ സേവ്. പക്ഷേ ഇന്ന് ബയർ ലിവർകൂസന്റെ ഗോൾ കീപ്പർ, ഓ മൈ ഗോഡ്, എത്ര സേവ്സാണ് നടത്തിയത്. സാക്കയുടെ ഒരു ഷോട്ട്, ട്രൊസാഡിൻ്റെ 2 ഷോട്ട്, അത് കഴിഞ്ഞ് ബെൻ വൈറ്റിൻ്റെ ഒരു ഷോട്ട്, ബോക്സിനകത്ത് കുറേ പേര് സ്ട്രഗിൾ ചെയ്തിട്ട് നടത്തുന്ന ഒരു സാധനം, ആ ഒരു ഷോട്ട്, റൈസിൻ്റെ ഒരു ഫ്രീ കിക്ക് ഡയറക്റ്റായിട്ട് വരുന്നു, അത് സേവ് ചെയ്യുന്നു. സോ ഇത്രയും സേവാണ് ബയർ ലിവർകൂസന്റെ ഗോൾ കീപ്പർ. യു ഹാവ് ടു ഗിവ് എ ഹ്യൂജ് ക്രെഡിറ്റ് ടു ദാറ്റ് ഗോൾ കീപ്പർ. കിടിലൻ സേവ്സ് ആണെന്ന് ബയർ ലിവർകൂസന്റെ ഗോൾ കീപ്പർ ചെയ്തു. സോ അങ്ങനെ നമ്മൾ 1-0 എന്ന നിലയിലേക്ക് എത്തുന്നു. ഫസ്റ്റ് ഹാഫ് തീരുമ്പോൾ 1-0. വെരി ഹാപ്പി. നല്ല പെർഫോമൻസ്. ആ സെക്കൻഡ് ഹാഫും അതുപോലെ തന്നെ തുടരും എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് നമ്മൾ ആസ് എ ഫാൻ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ എന്നാലും ഫസ്റ്റ് ഗോൾ കയറി കഴിഞ്ഞിട്ട് ആർസണലിൻ്റെ ഒരു സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, ഒരു സിറ്റ് ബാക്ക്, അങ്ങനെ ആവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ആക്ച്വലി ഒരു 10 മിനിറ്റ് സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് സ്ലോ ഡൗൺ ആയെങ്കിൽ, ഒന്ന് റീഡിങ് ദ ഗെയിം എന്നുള്ള ഒരു മോഡിലേക്ക് കടന്നെങ്കിൽ പോലും ആഫ്റ്റർ ദാറ്റ് 10 മിനിറ്റ്സ് നമ്മൾ ഗിയറൊക്കെ ഒന്ന് മാറ്റി നമ്മൾ പിന്നെ അറ്റാക്കിംഗ് മോഡിലേക്ക് വന്നു. അങ്ങനെ ആ ഒരു അറ്റാക്കിംഗ് മോഡിൽ ഇരിക്കുമ്പോഴാണ് ഒരു കോർണർ ക്ലിയർ ചെയ്ത് റൈസിലേക്ക് വരുന്നു. റൈസ് അത് ടേക്ക് ഓൺ ചെയ്ത് വന്നിട്ട് എഗെയിൻ ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു കിടിലൻ ലോങ് റേഞ്ചർ, അത് കറക്റ്റ് ലോ ബോക്സിലേക്ക്, റൈറ്റ് ഹാൻഡ് സൈഡ് ലോ ബോക്സിലേക്ക് കേർവ് ചെയ്ത് പിച്ച് പെർഫെക്റ്റ്, ഇഞ്ച് പെർഫെക്റ്റ് ഗോൾ റൈസിൻ്റേത്. അങ്ങനെ 2 അടിപൊളി ഗോളാണ് നമുക്കിന്ന് കാണാൻ പറ്റിയത്. റിയലി കംഫർട്ടബിൾ പെർഫോമൻസ് ഫ്രം ആർസണൽ. ഇതിനകത്ത് നമ്മൾ ഇന്നത്തെ കളിയിൽ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ വരുത്തി. എസൈഡയ്ക്ക് ചെറിയൊരു ഇഞ്ചുറി പോലെ കൺസേൺ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് സീരിയസ്. എന്തായാലും അടുത്ത ഗെയിം, ദാറ്റ് ഈസ് കാരബൗ കപ്പ് ഫൈനൽ, നമ്മൾ അതിനെപ്പറ്റി ഇന്ന് സംസാരിക്കുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ കുറേ ചേഞ്ചസ് വരുത്തി. എസൈനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു, ഗ്യോക്രൈസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തായിരുന്നു, മാർട്ടിനെലി വന്നു. വന്ന ആൾക്കാരുടെ പേര് പറയാം. മാർട്ടിനെലി വന്നു, കൈ ഹാവേർട്സ് വന്നു, മൊസ്കേറ വന്നു, നോർഗാർഡ് വന്നു, ലാസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ക്യാമിയോ MLS വന്നു. ഇത്രയും പേരാണ് വന്നത്. സോ വി ആർ ഇൻ ടു ദ ക്വാർട്ടർ ഫൈനൽ ഓഫ് ചാമ്പ്യൻസ് ലീഗ്. യെസ്, വെൽ ഡൺ. കാരണം ബാക്കിയുള്ള ഇംഗ്ലീഷ് ടീം സ്ട്രഗിൾ ചെയ്തെടുത്ത് നമുക്കറിയാം സിറ്റിക്ക് എന്താ സംഭവിച്ചതെന്ന്.
നമുക്കറിയാം ചെൽസിക്ക് എന്താണെന്ന് സംഭവിച്ചതെന്ന്. സോ ബാക്കി ഇംഗ്ലീഷ് ടീം സ്ട്രഗിൾ ചെയ്ത് കിടത്ത് നമ്മൾ കംഫർട്ടബിളി അടുത്ത സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. ദാറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു സൈഡിൽ ഇരിക്കട്ടെ. ഇനിയാണ് നെക്സ്റ്റ് ഗെയിം, കാരബാओ കപ്പിൻ്റെ ഫൈനൽ വിത്ത് മാൻ സിറ്റി. ഇന്ന് മാൻ സിറ്റി റിയൽ മാഡ്രിഡുമായിട്ട് പുറത്തായ സ്ഥിതിക്ക് അതിൻ്റെ ആ ഒരു എനർജിയായിട്ട് നമ്മുടെ വെംബ്ലിയിൽ നമ്മുടെ അടുക്ക വരുമോ, അതോ നമുക്കാണോ കൂടുതൽ അഡ്വാൻറ്റേജ് ബിക്കോസ് വി ആർ കമ്മിങ് ബാക്ക് ഓഫ് എ വിൻ. ദിസ് വിൽ ബി എ ഇമ്പോർട്ടൻറ്റ് മാച്ച് ഇൻ എവറി സെൻസ്. കാരണം ആ കാരബാओ കപ്പ് ഫൈനൽ ആര് ജയിക്കുന്നു, ഐ റിയലി തിങ്ക് അവരായിരിക്കും ഈ പ്രീമിയർ ലീഗ് അടിക്കാൻ പോകുന്നത്. അതിപ്പോൾ ആർസണൽ അടിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ആർസണൽ വിൻ ദ പ്രീമിയർ ലീഗ്. മാഞ്ചസ്റ്റർ സിറ്റി അടിക്കുകയാണെങ്കിൽ ഐ തിങ്ക് സിറ്റി വിൽ വിൻ ദ ലീഗ്. അത് തരാൻ പോകുന്ന കോൺഫിഡൻസ്, ഇറ്റ് വിൽ ബി ഹ്യൂജ് ഫോർ എനി ടീം. എനിക്ക് ഓബ്വിയസ്ലി ആർസണൽ ജയിക്കണമെന്ന് തന്നെയാണ്. ഐ എം കോൺഫിഡൻറ്റ് ഗോയിങ് ഇൻ ടു ദിസ് ഗെയിം, ബട്ട് ഓവർ കോൺഫിഡൻ്റ് അല്ല, കോഷ്യസ് ആണ് അറ്റ് ദ സെയിം ടൈം. നമ്മൾ വി ജസ്റ്റ് നീഡ് ടു പ്ലേ ദ ഗെയിം. വി ഹാവ് എ ഗുഡ് സ്ക്വാഡ്. നമ്മൾ ഓവർ റെസ്പെക്റ്റ് കൊടുക്കാതെ വി ഹാവ് എ ഗുഡ് സ്ക്വാഡ്. നമ്മുടെ നല്ല ടാലൻ്റുള്ള പ്ലെയേഴ്സ് ഉണ്ട്. നമ്മുടെ ഡിഫൻസ് സ്ട്രോങ് ആണ്. ഇപ്പോൾ നമ്മുടെ അറ്റാക്കിങ് കുറച്ചുകൂടെ ഓപ്പൺ അപ്പ് ആയിട്ട് വരുന്നുണ്ട്. വി ആർ ക്രിയേറ്റിംഗ് ചാൻസസ്. ഇന്നത്തെ കളി കണ്ടില്ലേ, എത്ര ചാൻസസ് ആണ് ആ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതെന്ന് കണ്ടാണ്. സോ വി ആർ ക്രിയേറ്റിംഗ് ചാൻസസ്. സോ ജസ്റ്റ് ബ്രേവായിട്ട് കളിക്കുക, ഓപ്പണായിട്ട് കളിക്കുക, ബ്രേവായിട്ട് കളിക്കുക. അങ്ങനെയാണെങ്കിൽ ഐ റിയലി തിങ്ക് വി വിൽ വിൻ ദാറ്റ് ഗെയിം. നമുക്ക് കാരബാओ കപ്പ് അടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓഫ് കോഴ്സ് ആ ഗെയിം ലൈവ് പോകുന്നതാണ്. സൺഡേ ആണ്, March 22 ഗെയിം. ഇറ്റ് വിൽ ബി എ ഹ്യൂജ് ഗെയിം. നമുക്ക് ലൈവ് പോവാം. വിൽ ഹാവ് എ ഗുഡ് ബ്ലാസ്റ്റ് അന്നത്തെ ഗെയിം. ഓക്കെ, അപ്പോൾ ശരി ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.